ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഡോക്ടർ FB സ്റ്റോക്ക്ഡെയിൽ തൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യേശുവിനെ സാക്ഷിക്കുന്നതും യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുന്നതും താൻ കൂടി വന്ന ആ കൂട്ടായ്മയിലും സഭയിലും യേശുവിനെ സാക്ഷിക്കുന്നതും അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് എപ്പോഴെല്ലാം അവസരങ്ങൾ കിട്ടിയാലും സ്റ്റോക്ക്ഡെയിൽ യേശുവിനെ സാക്ഷിക്കും. പക്ഷേ ഒരിക്കൽ ആ സഭയിൽപ്പെട്ട ഒരു സഹോദരി, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ പരസ്യമായി ഈ സ്റ്റോക്ക്ഡെയിലിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്നും ഈ പയ്യൻ ഇങ്ങനെ സാക്ഷ്യം പറയും, അവന് ദൈവത്തെക്കുറിച്ച് എന്തറിയാം, അവൻ വല്ലതും അറിഞ്ഞിട്ടാണോ അതൊക്കെ പറയുന്നത്? സ്റ്റോക്ക്ഡെയിൽ അത് കേട്ടു. പരസ്യമായി ആ കൊച്ചു ബാലകനോട് അങ്ങനെ പറഞ്ഞത് അവൻ്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചു. അവൻ നിരാശനായി. അവൻ വിചാരിച്ചു, ഞാൻ ഇനി ഒരിക്കലും യേശുവിനെക്കുറിച്ച് പറയുന്നില്ല. ചിലരങ്ങനെയാണല്ലോ, മാതാപിതാക്കളോ അല്ലെങ്കിൽ ടീച്ചർമാരോ മറ്റുള്ളവരോ ഇച്ചിരി കർക്കശമായി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇനി അങ്ങനെ ചെയ്യല, ഞാൻ ഇനി എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ പറയുന്നവർ സൂക്ഷിക്കണം. അറുത്ത് മുറിച്ച് ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ തക്കവണ്ണം പറയരുത്. കാരണം കർത്താവിനെ സാക്ഷിക്കുക എന്നത് ഉള്ളത് ആ കുട്ടിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. അങ്ങനെ അവൻ നിരാശനായിരിക്കുമ്പോൾ അവൻ വേദപുസ്തകം വായിക്കുന്ന പതിവുണ്ടായിരുന്നു. സങ്കടമാണെങ്കിലും നിരാശയാണെങ്കിലും അവൻ വേദപുസ്തകം വായിക്കുവാനായി ദൈവവചനം കയ്യിലെടുത്തു. അവൻ തുറന്നു വായിച്ചത് ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം ആയിരുന്നു. അതിൽ ആ തിരുവചനം അവൻ വായിച്ചു വന്നപ്പോൾ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി അപ്പോയിൻ്റ് ചെയ്തു, നീ ബാലനെന്ന് നീ പറയരുത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസംഗിക്കുക. ഇങ്ങനെയുള്ള തിരുവചനങ്ങൾ അദ്ദേഹം വായിക്കുകയും ആ വചനം അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ശക്തമായി, പഴയതിനെ ശക്തമായി യേശുവിനെ സാക്ഷിപ്പാൻ ഇടയാകുകയും തൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ അദ്ദേഹത്തിന് ഇടയാകുകയും ചെയ്തു എന്ന് ഞാൻ വായിക്കാനിടയായി. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന ചില ആളുകളുണ്ട്. നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ചില കുത്തുവാക്കുകളും ചില മുറിപ്പെടുത്തുന്നതായ സമീപനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വന്നേക്കാം. എന്നാൽ ഈ തിരുവചനം, ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ആനന്ദത്തിലേക്ക് കൈപിടിച്ച് നടത്തും. കർത്താവിന് സ്തോത്രം. ഇന്ന് ദുഃഖിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവരുടെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കേട്ട്, മറ്റുള്ളവരുടെ ചില സംസാരങ്ങൾ കേട്ട്, മറ്റുള്ളവരുടെ ചില പെരുമാറ്റം കൊണ്ട് ഹൃദയം മുറിഞ്ഞ് മനസ്സ് മുറിഞ്ഞ് അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും നീ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം നിങ്ങളുടെ മുറിവ് കിട്ടും. ഈ വചനം നിങ്ങൾക്ക് ആനന്ദം പകരും. 37-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. റിജോയ്സ് ഇൻ പീസ്, സമാധാനത്തിൽ ആനന്ദിക്കുമെന്ന്. നാം സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിലെല്ലാം സന്തോഷിക്കാൻ പറ്റും, എന്തിലെല്ലാം ആനന്ദിക്കാൻ പറ്റുമെന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു. വലിയ ധനമന്ത്രിമാർക്ക് സന്തോഷം കൊടുത്ത ദൈവം, ഒരു പട്ടണത്തിന് മുഴുവൻ സന്തോഷം കൊടുത്ത ദൈവം, ചില വ്യക്തികൾ സന്തോഷിക്കാൻ ഇടയായി, കുടുംബങ്ങൾ സന്തോഷിക്കാൻ ഇടയായി എന്നെല്ലാം നാം ചിന്തിച്ചു കഴിഞ്ഞു. ആനന്ദം രട്ടുമാറ്റി സന്തോഷം ഉടുപ്പിച്ചു എന്ന് നാം ചിന്തിച്ചു. ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപക്ഷെ നീണ്ടു ഒരു വർഷം വേണമെങ്കിൽ സംസാരിക്കാനുള്ള, തിരുവചനം പറയാനുള്ള വക ഈ തിരുവചനത്തിലുണ്ട്, ധാരാളമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചത് എന്താണ്? റിജോയ്സ് ഇൻ പീസ്, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഇന്ന് സമാധാനമില്ലാത്തൊരു ലോകമാണ് നമ്മുടെ ചുറ്റുപാട്. ഫ്രസ്ട്രേഷൻസ്, നിരാശ,
ഡിപ്രഷൻ. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, ചില മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളാണ്. ഡിപ്രഷൻ അടിമകളായി എന്തുമാത്ര ആളുകൾ പോകുന്നു. നിരാശയ്ക്ക് അടിമകളായി, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, അങ്ങനെ ലോൺലിനെസ്, ഏകാന്തത, ഇങ്ങനെ അനേകം ദുഃഖങ്ങളിൽപ്പെട്ട് ഇന്ന് അനേകർ, ചെറുപ്പക്കാർ മാത്രമല്ല, അനേകം മനുഷ്യർ വിഷമിച്ചാണ് കഴിയുന്നത്. പുറമേ എല്ലാം ചെയ്യുന്നുണ്ട്, യന്ത്രമനുഷ്യൻ ചെയ്യുന്നത് പോലെ പലതും ചെയ്യുന്നു, യാന്ത്രികമായി ചെയ്യുന്നു, യാന്ത്രികമായി പോലും സ്നേഹിക്കുന്നു, യാന്ത്രികമായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നു, യാന്ത്രികമായി മാതാപിതാക്കൾ അപ്പനും മക്കളെ പോലെ കഴിയുന്നു. പക്ഷെ സ്നേഹമില്ല, സന്തോഷമില്ല, കുടുംബങ്ങളിൽ സ്നേഹമില്ല, വ്യക്തി ജീവിതങ്ങളിൽ സ്നേഹമില്ല, ദേശത്ത് സ്നേഹം വറ്റിപ്പോയിരിക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ, രാജ്യ ഭരണ തലവന്മാർ തമ്മിൽ സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ യുദ്ധങ്ങൾ നടക്കുമോ? ഇല്ല. സ്നേഹമുണ്ടെങ്കിൽ കോടാനുകോടി ഡോളർ ചെലവഴിച്ച് ഇത്രമാത്രം യുദ്ധോപകരണങ്ങൾ രാജ്യങ്ങൾ വാങ്ങിക്കൂട്ടുമോ? ഇല്ല. അണുബോംബ് ഉൾപ്പെടെയുള്ളത് എത്രയെത്ര സ്ഫോടക ശേഷിയുള്ള കോടാനുകോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബോംബുകളും യുദ്ധോപകരണങ്ങളും ആധുനിക യുദ്ധ സംവിധാനങ്ങളുമാണ് ഇന്ന് ലോക രാജ്യങ്ങളുടെ കയ്യിൽ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം വഴക്കില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം ബഹുമാനിക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം കീഴടങ്ങും, ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ മറ്റൊരുവൻ്റെ അതിർത്തി പിടിക്കാൻ പോകുകയില്ല. സ്നേഹമില്ലാത്തതാണ് എല്ലാത്തിനും കാരണം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. സമാധാനമുള്ളിടത്ത് ആനന്ദമുണ്ടാകും. കർത്താവിന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഇടയ്ക്കെല്ലാം പിണക്കമുണ്ട്. പക്ഷേ അവിടെ ആരാണോ ആദ്യം സമാധാനം ഉണ്ടാക്കുന്നത് അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. അവരുടെ മേൽ ദൈവിക സമാധാനവും സന്തോഷവും വരും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, പണം സമാധാനം തരികയില്ല, പണം സന്തോഷവും തരികയില്ല. നിങ്ങളുടെ ഉന്നതമായ ജോലിയോ നിങ്ങളുടെ കസേരയുടെ വലിപ്പമോ വിലയോ ഒന്നും നിങ്ങൾക്ക് സന്തോഷം തരികയില്ല. മാന്യ സഹോദര, പണം വാരിക്കൂട്ടാൻ വേണ്ടി നീ വെമ്പൽ കൊള്ളുന്നു. നേരെ വഴിയായോ വളഞ്ഞ വഴിയായോ പണം വാരിക്കൂട്ടാൻ മകനെ നിൻ്റെ ആയുസ് മുഴുവൻ അതിനുവേണ്ടി നീ ചെലവഴിക്കുന്നു. പക്ഷേ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ, നിൻ്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ മകനെ നീ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നു? ഫോർ ഹും ആൻഡ് ഫോർ വാട്ട്? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനമുണ്ടോ? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. അവർക്ക് സമാധാനമുണ്ടാകും, അവർക്ക് ആനന്ദമുണ്ടാകും. സമാധാനവും സന്തോഷവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സമാധാനമില്ലാതെ സന്തോഷമില്ല, സന്തോഷമില്ലാതെ സമാധാനവുമില്ല. ഇത് ഇൻ്റർ കണക്റ്റഡാണ്. സമാധാനമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ അവിടെ സമാധാനവുമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം ആര് തരും? ഈ സമാധാനം ആര് തരും? യേശുക്രിസ്തു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവിന് സ്തോത്രം. ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുത്തു കളയാനോ കഴിയാത്ത സ്വർഗീയ സമാധാനവും സന്തോഷവുമാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്, കർത്താവ് നമുക്ക് തരുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന്. അനേകം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയപ്പോൾ യേശുവിൻ്റെ മുഖം വാടിയില്ല. കാരണം യേശുവിൻ്റെ ഉള്ളിൽ വലിയ സമാധാനമായിരുന്നു. യേശു ഒരു ദൈവിക പദ്ധതി ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോയത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ആദാമ്യ വംശജരായ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുക എന്നുള്ള ദൈവിക പദ്ധതി, ആ ലക്ഷ്യത്തിൽ നിന്നും മാറാതെയാണ് യേശു പോയത്. ഈ ഭൂമിയിലുള്ള വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളൊന്നും സാരമില്ല എന്ന് യേശു എണ്ണിക്കൊണ്ട് യേശു മുന്നോട്ട് പോയി മാതൃക കാണിച്ചു. ആ യേശുവിൻ്റെ സമാധാനമാണ് നമ്മുടെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. ഈ സമാധാനം കൈനീട്ടി വാങ്ങിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുവേ, ഞാൻ പലതിൻ്റെയും പിന്നാലെ പോയി, പണത്തിൻ്റെ പിന്നാലെ പോയി, ചില മ്ലേച്ഛതകളുടെ പിന്നാലെ പോയി, അശുദ്ധമായ ജീവിതം നയിച്ചു, കുറേ സിനിമയ്ക്ക് അടിമയായി ജീവിച്ചു, കുറേ പണത്തിന് അടിമയായി ജീവിച്ചു, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾക്ക് അടിമയായി ജീവിച്ചു, ആഡംബര സുഖങ്ങളിൽ ഞാൻ സന്തോഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ
കർത്താവെ, ഒന്നിനും എനിക്ക് സമാധാനം തരാൻ കഴിഞ്ഞില്ല. നാഥ, ഞാനിതാ നിസ്സഹായനായി അവിടുത്തെ അരികിലേക്ക് വരുന്നു. എൻ്റെ മേൽ നിൻ്റെ സമാധാനം പകരണമേ, എൻ്റെ മേൽ നിൻ്റെ സന്തോഷം പകരണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, സമാധാന പ്രഭു എന്നാണ് യേശുവിൻ്റെ പേര്. കർത്താവിന് സ്തോത്രം. യേശു സമാധാനം പകരുന്ന പ്രഭുവാണ്. യേശു സന്തോഷം തരുന്ന സന്തോഷ പ്രഭുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുവിലേക്ക് വന്നാൽ, യേശുവിൻ്റെ കരവലയത്തിൽ നിങ്ങൾ വന്നാൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ, നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. നിങ്ങളുടെ ഹൃദയം തുള്ളും, നിങ്ങളുടെ മനസ്സ് തുള്ളും, നിങ്ങളുടെ ശരീരവും ആനന്ദം കൊണ്ട് തുള്ളും. ഈ സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് വേണമോ? ഈ സമാധാനം എല്ലാം തികയുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല. കഷ്ടയുടെ മധ്യത്തിലും, രോഗത്തിൻ്റെ മധ്യത്തിലും, കടബാധ്യതയുടെ മധ്യത്തിലും, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും സൈഡ് ട്രാക്ക് ചെയ്യുമ്പോഴും, കർത്താവിന് സ്തോത്രം, ഒരു കാലത്ത് എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നവർ ഇപ്പോൾ ആർക്കും വേണ്ടാത്തവരെ പോലെ മറ്റുള്ളവർ സൈഡ് ട്രാക്ക് ചെയ്യുമ്പോഴും ദുഃഖിക്കുന്നില്ല. എനിക്ക് യേശു ഉണ്ടല്ലോ, യേശു എൻ്റെ കൂടെ ഉണ്ടല്ലോ, യേശു ഉള്ളത് പോരെ. നമ്മുടെ ഹൃദയം നമ്മോട് തന്നെ സംസാരിക്കും. എനിക്ക് യേശു ഉണ്ട് ഈ മരുവിൽ, എല്ലാമായെന്നു എന്നെ അരികിൽ. രോഗമുണ്ടെങ്കിലും, പണത്തിന് ഞെരുക്കമുണ്ടെങ്കിലും, എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലുള്ള വരുമാനം കൊണ്ട് ആവശ്യങ്ങൾ ഒന്ന് എത്തിക്കാൻ പോലും പറ്റാതെ നട്ടം തിരിയുന്ന അവസരങ്ങളിലും പറയും, ഹൃദയം പറയും, എനിക്ക് യേശു ഉണ്ടല്ലോ. എനിക്ക് ഈ ഭൂമിയിൽ പണം കുറവുണ്ട്, പക്ഷേ സർവ്വസമ്പന്നനായ യേശു എനിക്കുണ്ട്. ഹല്ലേലൂയ. എനിക്ക് രോഗമുണ്ടായിരിക്കാം, പക്ഷേ സൗഖ്യദായകനായ യേശു എൻ്റെ കൂടെയുണ്ട്. എനിക്ക് രാഷ്ട്രീയമായോ മറ്റ് അധികാര തലങ്ങളിലോ ഒന്നും വലിയ പിടുത്തമോ വലിയ ഉന്നതനായിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും എനിക്ക് ഉന്നതനായ യേശുവുമായിട്ട് ബന്ധമുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയം നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷം വേണമോ? ദൈവത്തിന് സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. They will rejoice in peace. സമൃദ്ധിയിൽ, സന്തോഷ സമൃദ്ധിയിലുള്ള ആനന്ദം. ഈ ആനന്ദം അത് യേശുവിന് മാത്രമേ തരാൻ കഴിയൂ. ഈ ഭൂമിയിൽ ഒന്നിനും അത് തരാൻ കഴിയില്ല, പക്ഷേ യേശുവിനെ തരാൻ കഴിയും. യേശു തരുന്ന സന്തോഷം നിങ്ങൾക്ക് വേണമോ? യേശു തരുന്ന സമാധാനം നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, യേശുവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, യേശുവിൻ്റെ വേല ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, യേശുവിൻ്റെ മക്കളുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. ഒരപ്പത്തിൻ്റെ അംശികളായി ദൈവമക്കൾ തീരുമ്പോൾ, ആ ദൈവിക മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, അതെല്ലാം ദൈവം തരുന്ന സന്തോഷങ്ങളാണ്. ഈ സന്തോഷം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം, നമ്മെ തന്നെ താഴ്ത്താം. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുമെങ്കിൽ, ആത്മാർത്ഥമായി ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം പകരുന്നുവെങ്കിൽ, നിങ്ങളുടെ സന്തോഷമില്ലാത്ത ഹൃദയത്തിലേക്ക് യേശു സമാധാനം തരും, സമാധാനം കൊണ്ട് നിറയ്ക്കും. അതിനായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സമാധാന പ്രഭുവായ യേശുവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഇപ്പോൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ വലഞ്ഞ് ഹൃദയം ചൂടുപിടിച്ച് ഒരിറ്റ് ആശ്വാസത്തിന് വേണ്ടി വലയുന്ന പലരും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അവിടുന്ന് കാണുന്നുവല്ലോ. കർത്താവേ, ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ ഉലഞ്ഞ് വലഞ്ഞ് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും യേശുവെ അവിടുത്തെ കരം ഒന്ന് തൊടണപ്പാ. അവിടുത്തെ കരം തൊട്ടുവന്ന് ഈ മക്കളൊന്ന് അനുഭവിക്കട്ടെ. യേശു ഇന്നും ജീവിക്കുന്നു, നീ ജനം അനുഭവിക്കട്ടെ. യേശു കരം കൊണ്ട് തൊടുന്നവനാണെന്ന്, യേശു സ്പർശിക്കുന്നവനാണെന്ന്, യേശു തലോടുന്നവനാണെന്ന് ഈ മക്കളൊന്ന് അറിയട്ടെ, അനുഭവിക്കട്ടെ. സ്വർഗീയ സമാധാനം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വാസ്തവമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവ് തൻ്റെ സമാധാനം പകർന്നിട്ടുണ്ട്, സന്തോഷം പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുക, അനുഭവിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.